ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് കോൺ കറിയായിട്ടാണ്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 കപ്പ് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. സ്വീറ്റ് കോൺ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവോള ചെറുതായി അരിഞ്ഞതും ഇട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്ത് വഴറ്റാം. കുറച്ച് കറിവേപ്പിലയും 4-5 പച്ചമുളകും ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സവോള ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണേ. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ട് വഴറ്റി അര കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ പൊട്ടറ്റോ ഒന്ന് വെന്തു വരുമ്പോഴേക്കും നമുക്ക് അരമുറി തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാമേ. ഇനി നമുക്ക് പൊട്ടറ്റോ വെന്തോന്ന് നോക്കാമേ. ഒന്ന് ഇളക്കിയിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോൺ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി
ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല മെഴുകുപോലെ അരയണം കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്വീറ്റ് കോൺ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.